ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിച്ചീസ് യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ബാബ്സ് ഹിന്ദു മന്ദിറിൽ പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇത് തുടങ്ങിയിട്ട് എത്ര നാളായി? ആക്ച്വലി കുറച്ചായി. നമുക്ക് അന്നേരം ഒന്നും പോകാൻ പറ്റിയില്ല. സോ ഞങ്ങൾ ഇന്ന് ആദ്യമായിട്ട് അങ്ങോട്ടേക്ക് പോവാം. എല്ലാവരും ഉണ്ട്. മിസ്റ്റർ പ്രവീൺ. ഓക്കെ, സോ എന്താ പറയാനുള്ളത്? കൊറേ നാളായി അങ്ങോട്ട് പോണെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങോട്ട് പോണെന്ന് അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പൊ അങ്ങോട്ട് പോവാണ്. ഞങ്ങള് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് 5 മണിയായി. ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഈ സമയത്ത് പോയാൽ രാത്രിയിലത്തെ ആ ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സോ ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പ്രാണുണ്ട്, റിയ ഉണ്ട്. വഴി അറിയത്തില്ല ഗൈസ്, ഞങ്ങൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാവേ. അപ്പൊ ഗൈസ്, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കാം, ഫുള്ള് ക്രൗഡാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ദുബായിന്നും ഷാർജയെന്നും ഒക്കെ എല്ലാ ഇതിന്നും ഒക്കെ ആൾക്കാരുണ്ട്. ഭയങ്കര തിരക്കാണ് ഗൈസ്. നമുക്ക് ഇറങ്ങിയിട്ട് നോക്കാം കേട്ടോ. അപ്പം ഗൈസ്, ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇറങ്ങി നടക്കുകയാണ്. വെയിലില്ല, പിന്നെ നല്ല ക്ലൈമറ്റും. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെ വണ്ടി പാർക്ക് ചെയ്താലും അവിടെ നടക്കാനും നല്ല സുഖമാണ്. ഭയങ്കര തിരക്കാണ്, കണ്ടോ? ഫുള്ള് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ ദൂരെ ആ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് അമ്പലത്തിലോട്ട് നടക്കുന്നത്. സോ ഗൈസ്, ഒരു ചെറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയത്തില്ലായിരുന്നു ഇത് രജിസ്റ്റർ ചെയ്താലേ നമുക്ക് ഉള്ളിൽ അവർ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം അവിടെ. അപ്പോൾ പ്രവീണിൻ്റെ എമിറേറ്റ്സ് ID മാത്രമേ കയ്യിലുള്ളൂ. ഞങ്ങളുടെ ഒന്നും എടുത്തില്ല. നമുക്കറിയത്തില്ലായിരുന്നല്ലോ ഇത് വേണമെന്നുള്ളത്, അറിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫോണിലെങ്ങാണ്ട് ഞങ്ങളുടെ 3 ആളുടെ എമിറേറ്റ്സ് IDയുടെ ഇതുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ലായിരുന്നു. വണ്ടിയിൽ വെച്ചിട്ടാണ് ഞാൻ ഫോൺ പോയത്. അപ്പോൾ നമ്മളത് എടുക്കാനായിട്ട് വന്നതാണ്. ഇനി ഫോണിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ പണി പാളും. അപ്പോൾ അതൊന്ന് നോക്കട്ടെ കേട്ടോ ഗൈസ്. ഭാഗ്യമുണ്ട് ഗൈസ്, എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് എടുത്തുകൊണ്ട് നമ്മൾ രജിസ്ട്രേഷനിൽ അവിടെ പോയി സ്കാൻ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാം. ഇപ്പം തന്നെ ഏകദേശം രാത്രി ആവാറായി. ഭയങ്കര സെക്യൂരിറ്റി ചെക്കിംഗ് ആണ് ഇവിടെ, ഭയങ്കര സ്ട്രിക്റ്റാണ്. ഓക്കെ, അപ്പം നമ്മൾ രജിസ്റ്ററൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അമ്പലത്തിലോട്ട് പോകേണ്ടത്. ഓക്കെ, സോ ഞങ്ങളൊന്ന് പോയി രജിസ്റ്റർ ചെയ്തിട്ട് വരട്ടെ. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല അവർ. ഓക്കെ, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഗൈസ്, രജിസ്ട്രേഷൻ കഴിഞ്ഞു. ആക്ച്വലി ഇത് ആദ്യമേ രജിസ്ട്രേഷനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരത് ഗവൺമെൻറ് ഹാൻഡ് ഓവർ ചെയ്തപ്പം ഇപ്പോൾ റീസെൻ്റ്ലി ആണ് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ഇത് അറിയത്തില്ലാത്തവർ
നേരത്തെ വീട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് വരാവുന്നതാണ്. അതിനൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ബാത്സിൻ്റെ പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. സോ അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക. ഇനി അങ്ങനെ രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാനുള്ള ഇതുണ്ട്, എമിറേറ്റ്സ് ID കൈ പിടിക്കുക. ഓക്കെ, അങ്ങനെ അവർ രജിസ്റ്റർ ചെയ്യും. അപ്പോൾ അവർ നമുക്ക് ഒരു ഇമെയിൽ അയക്കും അപ്രൂവലിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് നമ്മളെ ഉള്ളിൽ കയറ്റുന്നത്. ഓക്കെ, ഭയങ്കര തിരക്കാണ്. നമ്മൾ ഇത്രയും തിരക്കുണ്ടാവുമെന്ന് അറിയത്തില്ല. അതും ഒരു ഗ്രൂപ്പ് ബസ്സിലും ഒക്കെ ആൾക്കാർ ഗ്രൂപ്പായിട്ടൊക്കെയാണ് വരുന്നത്. ഗൈസ്, ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഗൈസ്, ഇത് കണ്ടോ, ഫുൾ മൂൺ അങ്ങ് ദൂരെ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. കണ്ടോ, ഫുൾ മൂൺ, നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ എത്രത്തോളം അത് ക്ലിയർ ആവുന്നുണ്ട്, ഭംഗി കാണുന്നുണ്ടെന്ന് അറിയില്ല, ബട്ട് റിയലായിട്ട് കാണുമ്പോൾ അടിപൊളിയാണ്. അപ്പം മെയിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. നല്ല ക്യൂ നിൽക്കണം അവിടെ. ഓക്കെ, അപ്പം നമ്മൾ ഉള്ളിലോട്ട് പോവാണ്. ഉള്ളിൽ കയറിയിട്ട് കാണാവേ. എട്ട് മണി വരെ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പോൾ തന്നെ 6:15 കഴിഞ്ഞു. ആക്ച്വലി നമ്മൾ ഇത്രയും പ്രൊസീജിയർ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നേരത്തെ വന്ന് കുറച്ച് വെട്ടത്തോടെ നമ്മളെല്ലാം ഒന്ന് കണ്ടേനെ. ഇപ്പം ലൈറ്റിങ്ങും കുഴപ്പമില്ല അല്ലേ? സോ ഗൈസ്, നമ്മൾ ചെരുപ്പെല്ലാം ഊരി വെക്കാനായിട്ട് വന്നതപ്പുറം നമ്മൾ ചെരുപ്പ് ഇവിടെ എല്ലാം ഊരി വെക്കുക. ഇവിടെ എല്ലാവരും എല്ലാ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത്. ബാ, അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഈ സ്റ്റെപ്പ് കയറുകയാണ്. ഗൈസ്, നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നാ അടിപൊളിയായിട്ടാണ് ഈ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം മാർബിളാണ് കേട്ടോ. മാർബിളിലാണ് ഈ കൊത്തുപണികളൊക്കെ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു കുറ്റവും എവിടെയും പറയാനില്ല. അത്ര നീറ്റും ക്ലീനുമായിട്ടാണ് ഈ ഒരു കൊത്തുപണികളെല്ലാം ചെയ്തിരിക്കുന്നത്. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ അവർ വീഡിയോ അലൗഡ് അല്ല. പക്ഷെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി, പക്ഷെ അവർ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ ഇതിൻ്റെ ഉള്ളിൽ കയറേണ്ടതാണ്. അത്ര അടിപൊളിയാണ് ഇതിൻ്റെ ഉള്ളിൽ. മസ്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറണം. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, എടുക്കാൻ അവർ സമ്മതിക്കത്തില്ല വീഡിയോ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ്. അടിപൊളിയാണ്, സൂപ്പർ. ഇവിടെ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രായമുള്ളവർക്കും ഈ നടക്കാൻ വയ്യാത്തവർക്കും ഈ വീൽ ചെയർ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ സ്റ്റെപ്പൊന്നും കയറി വരാൻ പറ്റാത്തവർക്ക് ഈ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യമാണ്.
ഭാഗം എനിക്കിങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ അത്ര അടിപൊളിയാണ്. നമ്മൾ ഓരോരോ ഭാഗത്ത് വരുമ്പോൾ ഓരോ കൊത്തുപണികൾ കാണുമ്പം എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കുക? അത്ര അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ കൊത്തുപണികൾ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അതും മാർബിളിൽ ഇങ്ങനെ, അയ്യോ എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരുണ്ടാവും, വരാൻ പറ്റാത്തവർക്കും ഒരുപാട് പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എല്ലാ ഭാഗത്തും പോയിട്ട് ഇങ്ങനെ വീഡിയോസ് മാക്സിമം എടുക്കാൻ ശ്രമിക്കുന്നതും. ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല. ഇത് വരേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അത്ര അടിപൊളിയാണ്. പറഞ്ഞിട്ടും എനിക്ക് മതിയാവണില്ല. ഇനി എപ്പോഴെങ്കിലും പകലൊന്ന് വന്ന് നോക്കണം ഗൈസ്, എങ്ങനെ ഉണ്ടെന്നുള്ളത്. പകൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് ഈ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നതൊക്കെ നമുക്കൊന്ന് കാണാം. പ്രത്യേകിച്ച് മുകളിലോട്ടുള്ളതൊക്കെ. ഇതിപ്പോൾ ലൈറ്റ് ഉള്ളപ്പോഴും നല്ലതാണ്. അതായത് ഈവനിങ് സമയത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും നല്ല സൂപ്പർ ലുക്ക് തന്നെയാണ്. ഇപ്പം ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് പകൽ വരുമ്പോഴും നമുക്ക് എത്ര ഇങ്ങനെ നടന്നാലും വലിയ ടയർഡ്നെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി പകൽ എപ്പോഴെങ്കിലും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണേ എങ്ങനെ ഉണ്ടെന്നുള്ള. വീഡിയോ ഒന്നും എടുക്കാണ്ട് റിലാക്സായിട്ട് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം ഗൈസ്, ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ചു. എന്താ പറയുക, അയ്യോ മസ്റ്റായിട്ടും വന്നിട്ടില്ലാത്തവർ വരണം കേട്ടോ, മസ്റ്റായിട്ടും വരണം. അത്ര അടിപൊളിയാണ്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വമ്പിച്ച ഒരു നഷ്ടമാണ്. അതെ, എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആ ഒരു ഫീല് നമുക്ക് ഇവിടെയും കിട്ടും. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയ അത്രയ്ക്ക് സന്തോഷം മനസ്സിന് കിട്ടിയിട്ടുണ്ട്. നല്ലതാണ്, സൂപ്പറാണ്. ഒറ്റൊരു കാര്യമുള്ളൂ, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അതല്ലാണ്ട് എല്ലാതും ഭയങ്കര നല്ല ഒരു 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 റിലാക്സേഷനാണ് ഇവിടെ വന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കഴിഞ്ഞപ്പം. എന്തൊക്കെയോ അന്നേരം നമുക്ക് വിഷമോ സന്തോഷമോ എല്ലാം ഒരു മിക്സ്ഡ് ഇമോഷനായിരുന്നു. നല്ലതാണ്. വന്നിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും വരിക. ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ റൂട്ടല്ല, ഇനിയും വരുമ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെന്താ പറയുക, പിന്നൊന്നുമില്ല ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് വീണ്ടും നമ്മൾ ഒന്നുകൂടെ വരുന്നതായിരിക്കും, ഇപ്പോഴല്ല. പക്ഷേ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ടും കൂടി ഭയങ്കര തിരക്കാണ്. അല്ലാത്ത ദിവസങ്ങൾ നമുക്ക് അറിയത്തില്ല, പക്ഷേ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. കുറേ ഭയങ്കര വലിയൊരു ക്രൗഡ് തന്നെയായിരുന്നു. ബസ് പിടിച്ച് ഗ്രൂപ്പായിട്ടുള്ളവർ വരുന്നവരും ഒക്കെ ഉണ്ട്. എന്തായാലും എല്ലാവരും വന്നിട്ടില്ലാത്തൊരു മസ്റ്റായിട്ടും വരിക. വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്, അമ്പലമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ 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 ഗൈസ്. ചാ. അപ്പോൾ ബൈ ബൈ.